ഉണ്ണിസാറിനായി ചുവന്ന ബാക്ക്ഗ്രൗണ്ടിൽ രാധേട്ടൻ എഴുതുന്നു ഫേസ്ബുക്കിൽ, ചെങ്കോട്ടയാണ് ഈ ചേലക്കര, ഇങ്ങോട്ട് നോക്കണ്ട ഉണ്ണിയേട്ട എന്ന് രാധേട്ടൻ പറയുന്നു. ചെങ്കോട്ടയാണ് ചേലക്കര, ഇഞ്ചോടിഞ്ചല്ല, ഇത് രാധേട്ടന്റെ ചേലക്കര. ഇനി UR പ്രദീപിന്റെ ചേലക്കര. ചേലക്കരയിലെ ആ ഒരു ചെഞ്ചോര ചുവപ്പ് മായ്ക്കാൻ ഉണ്ണിസാറും കൂട്ടരും കുറെ പണിയെടുക്കേണ്ടി വരും. 2013 ഇഞ്ച് വ്യത്യാസത്തിൽ ഇപ്പോൾ UR പ്രദീപ് ബഹുദൂരം മുന്നിലാണ്. 6913 വോട്ടുകളുടെ വ്യത്യാസത്തിൽ വ്യക്തമായ ലീഡ്. രാധേട്ടന്റെ പോസ്റ്റ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് പാലക്കാട് 5 ബൂത്ത് എണ്ണി 5 റൗണ്ട് എണ്ണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ 3500 വോട്ട് കുറവാണ്. 3500 വോട്ട് ആൻഡോ സാറേ, ഈ തെരഞ്ഞെടുപ്പിൽ ആകപ്പാടെ നമ്മൾ ശ്രദ്ധിച്ച ഒറ്റ കാര്യമുള്ളൂ, BJP അക്കൗണ്ട് തുറക്കരുത്. അതൊരു പൊളിറ്റിക്കൽ നിലപാടാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയിട്ടുള്ള വസ്തുതാ പരിശോധനകളിൽ ഒന്നാമത്തെ ദിവസം മുതൽ ആ തെരഞ്ഞെടുപ്പ് വിശകലനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് അഡ്വാൻറ്റേജ് എന്നുള്ളത് ഫാക്ട് വെച്ചാ പറഞ്ഞിട്ടുള്ളത് കേട്ടോ, കണക്ക് വെച്ചിട്ടാ പറഞ്ഞിട്ടുള്ളത്, രാഷ്ട്രീയ നിലപാടല്ല. ഇപ്പൊ തുറന്നാൽ 2026 അത് പൂട്ടിച്ചിരിക്കും. അല്ല, അത് കണക്ക് പറയട്ടെ, അത് നോക്കാം. ഈ അക്കൗണ്ടുകൾ എന്തായാലും 1418 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിലാണ്. കൃത്യമായി നമ്മൾ പ്രവചിച്ചതുപോലെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്നു. കഴിഞ്ഞ തവണത്തെ അതേ ഫലം ഇക്കുറിയും ഉണ്ടാവുന്നു എന്നുള്ളതാണ്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി, ചെങ്കോട്ടയായ ചേലക്കരയിൽ LDF, പാലക്കാട് UDF-ഉം സീറ്റ് നിലനിർത്തി. ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്ത് സംഭവിച്ചു പറയാലോ, മിണ്ടല്ലേ. അതായത് പാലക്കാട് ഈ തവണ BJP ഒരു ചെറിയ ത്രെട്ടായിരുന്നില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റത്തിന് സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഇത്. ഈ തെരഞ്ഞെടുപ്പിൽ BJPയെ വിജയിച്ചു വരാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച്. അതുകൊണ്ട് ഈ സീറ്റ് തിരിച്ചു പിടിച്ചു അല്ലെങ്കിൽ നിലനിർത്തി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അവിടെ BJPക്ക് അനുകൂലമായ ഒട്ടേറെ ഘടകങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. രാഹുലിനെതിരായ ഒട്ടേറെ ഘടകങ്ങൾ ഉണ്ടായിരുന്നു. അതിനെയെല്ലാം മറികടന്ന് കോൺഗ്രസ് അവിടെ ജയിച്ച ആ സീറ്റ് നിലനിർത്തുന്നു എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ വിക്ടറി ആയിട്ട് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്.